നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും വെയിറ്റേജ് 2 മാർക്ക് വീതമാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് മാക്സിമം 4 മാർക്കിനെ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ ഏരിയയും കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും വീഡിയോയുടെ ലെങ്തും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് ഡയമണ്ട് വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്. നമ്മൾ സ്റ്റീലും ഡയമണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ സ്റ്റീലാണ്. നമുക്കറിയാം, ഈ നേച്ചറിൽ ലഭിക്കുന്ന വസ്തുക്കളിൽ നാച്ചുറലായി ഒക്കർ ചെയ്യുന്ന വസ്തുക്കളിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഡയമണ്ടാണ്. പക്ഷേ കൂടുതൽ ഇലാസ്റ്റിക് ആയ മെറ്റീരിയൽ സ്റ്റീലാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വൈ വർക്ക് ഈസ് റിക്വയർഡ് ടു ബി ഡൺ ടു സ്ട്രെച്ച് എ വയർ. ഒരു വയറിനെ വലിച്ചു നീട്ടുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഒരു വയർ, ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റീൽ വയറോ അലൂമിനിയം വയറോ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ വയറിനെ നമ്മൾ വലിച്ചു നീട്ടുകയാണ്. അപ്പോൾ വലിച്ചു നീട്ടാൻ വേണ്ടി നമ്മളവിടെ ഒരു എനർജി സ്പെൻഡ് ചെയ്തു, അതായത് നമ്മളൊരു വർക്ക് ചെയ്തു. ആ വർക്ക് എങ്ങോട്ട് പോയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്ത വർക്ക് ഏത് രൂപത്തിലാണ് മാറിയത്? നമുക്കറിയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നാണ്. അപ്പോൾ അതിനെ വലിച്ചു നീട്ടാൻ വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്തു, അതായത് നമ്മൾ കുറേ എനർജി സ്പെൻഡ് ചെയ്തു. ആ എനർജി എങ്ങോട്ട് പോയി, ഏത് രൂപത്തിലായി മാറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. വർക്ക് ഈസ് റിക്വയർഡ് ടു ബി ഡൺ എഗെയിൻസ്റ്റ് ദ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. നമ്മൾ ചെയ്ത വർക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? എഗെയിൻസ്റ്റ് ദ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വയർ എടുക്കുകയാണ്. ഓക്കെ, നമ്മളിതാ ഒരു വയർ എടുത്തു. ഈ വയറിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് എല്ലാം തമ്മിൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ വയർ ഈ ഷേപ്പിലിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ വയറിനെ ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് 2 പീസായി പോവാത്തതിന് കാരണം ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ്. ഈ അട്രാക്ഷനെയാണ് വിളിക്കുന്നത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനെതിരെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിനെ തമ്മിൽ വേർപെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വർക്കാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. നെയിം ദ മെറ്റീരിയൽ വിച്ച് ഈസ് ഫേമസ് ഫോർ എ ലാർജ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് തരുന്ന ഒരു മെറ്റീരിയലിന് എക്സാമ്പിൾ എന്താണ്? ഓക്കെ, ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽ, ഇതിൻ്റെ ആൻസർ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്കറിയാം, ഗ്ലാസ് പണ്ട് തൊട്ടേ മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മെറ്റീരിയലാണെന്നറിയാം. നമ്മൾ വിൻഡോയിൽ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന, വിൻഡോയുടെ ഗ്ലാസ് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പഴയ വീടുകളുണ്ടല്ലോ, അല്ലെങ്കിൽ പഴയ കൊട്ടാരങ്ങൾ, അങ്ങനെ വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിൻ്റെ ഗ്ലാസ് ചെന്നതിന് ശേഷം ആ ഗ്ലാസിൻ്റെ തിക്നെസ്, ഈ ഗ്ലാസ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ തിക്നെസ് ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും അളന്ന് നോക്കുകയാണെങ്കിൽ താഴ്ഭാഗത്ത് കൂടുതലുള്ളതായും മുകൾ ഭാഗത്ത് കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതല്ല, അങ്ങനെ ആയിരിക്കും എൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും താഴ്ഭാഗത്ത് തിക്നെസ് കൂടുന്നത്? ഇത് പണിഞ്ഞ സമയത്ത് അങ്ങനെ നിർമ്മിച്ചുകൊണ്ടാണോ? അല്ല. ഓക്കെ, ഈ ഗ്ലാസ് എന്ന് പറയുന്ന സാധനം, ഗ്ലാസ്സിന് അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട്, സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടും. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒരു ലിക്വിഡിൻ്റെ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ലിക്വിഡിൻ്റെ ബിഹേവിയർ എന്താണ്? ലിക്വിഡ് ഒരു സർഫസിൽ വെച്ചാൽ അത് ഒഴുകി താഴേക്ക് പോകും. അതുപോലെ ഈ ഗ്ലാസും ഒഴുകി താഴേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് വളരെ സ്ലോ ആണ്. ഓക്കെ, നൂറ്റാണ്ടുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. 10 വർഷം, 20 വർഷം, 30 വർഷം കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റ് നമ്മൾ മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വലിയ
ഒരു ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് ഉള്ള മെറ്റീരിയൽ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഗ്ലാസ് ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഏതാണ് എന്ന് ചോദിച്ചാലും ഗ്ലാസ് ആണ് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. വെൻ എ വയർ ഈസ് ബെൻഡ് ബാക്ക് ആൻഡ് ഫോർത്ത്, ഒരു വയറിന് നമ്മൾ എടുത്തതിന് ശേഷം അതിനെ നമ്മൾ ബെൻഡ് ചെയ്യുകയാണ് മുന്നോട്ടും പിന്നോട്ടും. നമുക്കറിയാം, നമ്മളൊരു വയറെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അതിനെ ഇങ്ങനെ വളയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ വളയ്ക്കുന്ന സമയത്ത് ആ വയറ് ചൂടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ബിക്കംസ് ഹോട്ട്. വൈ? എന്തുകൊണ്ടാണ് അത് ചൂടാവുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചൂടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു മെറ്റൽ വയർ എടുത്തിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് മുന്നോട്ടും പിന്നോട്ടും നമ്മളിങ്ങനെ വളച്ച് കൊണ്ടുവരികയാണെങ്കിൽ ആ വളയുന്ന ഭാഗം ചൂടാകും. അതിന് കാരണം എന്താണ്? വെൻ വയർ ഈസ് ബെൻഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ദ ഡീഫോർമേഷൻസ് ആർ ബിയോണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ്. അവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, ഷേപ്പ് മാറുന്നു അല്ലേ? അപ്പോൾ അത് ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറത്തുള്ളതാണ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വസ്തുവിൻ്റെ ലെങ്തോ ഷേപ്പോ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ സൈസോ ഷേപ്പോ ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് പഴയ ഷേപ്പിലോട്ട് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഏത് ലിമിറ്റ് വരെ പോകുന്നോ ആ ലിമിറ്റിയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നും വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരു വയറിനെ അങ്ങനെ വളയ്ക്കുന്ന സമയത്ത് അത് തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അപ്പുറത്താണ് പോകുന്നത് അല്ലേ? എ പാർട്ട് ഓഫ് വർക്ക് ഡൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന വർക്ക് എന്തായി മാറുന്നു? ഹീറ്റ് എനർജിയായി മാറുന്നു. ഹെൻസ് വയർ ബിക്കംസ് ഹോട്ട്. നമ്മളങ്ങനെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ഇതിനെ വളയ്ക്കാനായിട്ട് ചെയ്യുന്ന വർക്ക് ഹീറ്റ് എനർജിയായി മാറി ആ വയർ ചൂടാകുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ. രണ്ട് പാർട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ പാർട്ട് പിന്നെ നോക്കാം. ഒന്നാമത്തെ പാർട്ട് നോക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കുമായ മെറ്റീരിയൽസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. വെൻ എ ഡീഫോമിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി. നമ്മളൊരു ബോഡിയിൽ ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുകയാണ്. എന്താണ് ഡീഫോമിങ് ഫോഴ്സ്? ഒരു ബോഡിയുടെ സൈസിനെയോ ഷേപ്പിനെയോ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഫോഴ്സിനെയാണ് ഡീഫോമിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫോക്കസ് ഏരിയ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് വോളിയം ഓർ ഷേപ്പ് വിൽ ചേഞ്ച് അല്ലേ? അങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് അതൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ഏരിയ ഒക്കെ ചേഞ്ച് ചെയ്യും. ഓൺ റിമൂവിങ് ദ ഡീഫോമിങ് ഫോഴ്സ്. പക്ഷേ നമ്മൾ അങ്ങനെ ഫോഴ്സ് കൊടുത്ത് അതിനെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഫോഴ്സ് അങ്ങ് റിമൂവ് ചെയ്യുകയാണ്, ഫോഴ്സ് പിൻവലിക്കുകയാണ്. ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. അങ്ങനെ ആ ഫോഴ്സിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് ഒറിജിനൽ സൈസും ഷേപ്പും കൈവരിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചതിന് ശേഷം അതിനെ വിട്ട് കഴിഞ്ഞാൽ അത് പഴയ ഷേപ്പിലോട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ വലിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സിനെയാണ് ഡീഫോമിങ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറി. എന്നിട്ട് ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ അത് പഴയ ഷേപ്പിലോട്ട് വന്നു. പഴയ ഷേപ്പിനെയാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. പഴയത് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ, അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ, ഈ പറഞ്ഞ പോലെയല്ല സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ബോഡിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ബോഡി. അങ്ങനെയുള്ള ഒരു ബോഡിയാണ് നമ്മൾ ഇലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഓൺ റിമൂവിങ് ദ ഡീഫോമിങ് ഫോഴ്സസ് ദ ബോഡി വിച്ച് cannot റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഈസ് കോൾഡ് പ്ലാസ്റ്റിക് ബോഡി. അങ്ങനെ നമ്മൾ ആ ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ ഷേപ്പും സൈസും മാറ്റിയതിന് ശേഷം ആ ഡീഫോമിങ് ഫോഴ്സിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത് പഴയ സൈസിലോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? അതിനെ നമുക്ക് പ്ലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് ഇലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനി രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം ദ സ്ലോപ്പ് ഓഫ് എ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആൻഡ് വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ ദ കർവ്? നമ്മളൊരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രെസ് എപ്പോഴും വൈ ആക്സിസിലാണ് എടുക്കുന്നത്, സ്ട്രെയിൻ എക്സ് ആക്സിസ് എടുക്കും. എക്സ് ആക്സിസ് എടുക്കുന്നത് സ്ട്രെയിൻ ആണ്.
ഓക്കെ, വൈ ആക്സിസിൽ എടുക്കുന്നത് സ്ട്രെസ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന് ഒരു ഡിഫോമിങ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അത് സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ മെഷർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പോയിന്റുകൾ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് ചുമ്മാ വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് പോയത് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഈ ഗ്രാഫിൻ്റെ ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും, അതേപോലെ ഈ കർവിൻ്റെ അടിയിലുള്ള ഏരിയ എങ്ങനെ എടുക്കാം? എന്താ ഇവിടെ നിന്ന് നമ്മൾ 2 ഡോട്ടർ ലൈൻ വരികയാണ്. ഇപ്പോൾ ഡോട്ടർ ലൈൻ വരച്ച് ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ഇത്രയും ഏരിയ, ഈ ഒരു ഏരിയ അളന്ന് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലുള്ളത് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലുള്ളതാണ്. വൈ ആക്സിസ് എന്താണുള്ളത്? സ്ട്രെസ് ആണുള്ളത്. എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണുള്ളത്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. ഇനി ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആ വയറിനെ നമ്മൾ വലിച്ചു നീട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന മൊത്തം വർക്ക് എത്ര, ആ വർക്കായിരിക്കും കിട്ടണം. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, ഏരിയ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. We have common experience that a thin thread breaks if pulled at its ends. ഒരു വളരെ കനം കുറഞ്ഞ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു നൂല്, അതിൻ്റെ 2 അറ്റത്തും പിടിച്ച് വലിച്ചാൽ അത് പൊട്ടിപ്പോവും അല്ലേ, അത് ബ്രേക്ക് ചെയ്തു പോകും. ഓൾസോ എ തിൻ മെറ്റാലിക് വയർ വെൻ പുൾഡ് അറ്റ് ഇറ്റ്സ് എൻഡ് ഇലോങ്ങേറ്റ്സ് ആൻഡ് ദെൻ കോൺട്രാക്ട്സ് വെൻ റിലീസ്ഡ്. അതേസമയം നമ്മളൊരു മെറ്റാലിക് വയറാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗിറ്റാറിൻ്റെ കമ്പി എടുത്തതിന് ശേഷം 2 വശത്തും നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് വലിച്ചാൽ അത് ഇലോങ്ങേറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് പഴയ ഷേപ്പിലോട്ട് തിരിച്ചു വരും. ഓക്കെ, നമ്മൾ സ്ഥിരം കാണുന്ന 2 കാര്യങ്ങളാണ്. നമ്മളൊരു തയ്ക്കുന്ന നൂലുണ്ടല്ലോ, തയ്യലിന് വേണ്ടി ഉപയോഗിക്കുന്ന നൂല്, ആ നൂലെടുത്ത് വലിക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവും. അതേസമയം അതേ തിക്നെസ്സുള്ള ഒരു മെറ്റാലിക് വയർ ആണെങ്കിൽ അത് വലിഞ്ഞ് നീളുകയും നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് പഴയ ഷേപ്പിലോട്ട് പറ്റുന്നത്രയും ചെറുതാവുകയും ചെയ്യും. കോൺട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതാവും എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ഡേറ്റ ആയിട്ട് തന്നിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ആൻസർ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് പറഞ്ഞതാണ് അല്ലേ, എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് എ ബോഡി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ബൈ വിർച്യൂ ഓഫ് വിച്ച് ദ ബോഡി ഗെയിൻസ് its original shape and size when the deforming force is removed. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് എ ബോഡി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി. അപ്പോൾ ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. ബൈ വിർച്യൂ ഓഫ് വിച്ച് എന്ന് പറഞ്ഞാൽ അത് കാരണം ആ ബോഡിക്ക് എന്താണ് സംഭവിക്കുന്നത്? വെൻ ബൈ വിർച്യൂ ഓഫ് വിച്ച് ദ ബോഡി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. ആ ബോഡിക്ക് അതിൻ്റെ പഴയ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ സാധിക്കും. എപ്പോഴും? വെൻ ദ ഡീഫോമിങ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മലയാളത്തിൽ പറയുമ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരണം. ഓക്കെ, മലയാളത്തിൽ മീനിങ്ങിൻ്റെ ലാസ്റ്റിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നാലേ നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ മീനിങ് മലയാളത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് വായിച്ചു നോക്കാം. വെൻ ദ ഡീഫോമിങ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്, നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ദ ബോഡി ഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. ആ ബോഡിക്ക് അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ മെറ്റൽ ആൻഡ് മാർക്ക് ഇലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് റീജിയൻ ആൻഡ് ഫ്രാക്ചർ പോയിൻറ്റ്. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു
ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റീൽ എടുക്കാം. ഓക്കെ, അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ പഠിച്ചതാണ്. ആ ഗ്രാഫ് വരച്ചതിന് ശേഷം അതിനകത്ത് ഇനി താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കാണിക്കണം. എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് റീജിയൻ, ഫ്രാക്ചർ പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ വൈ ആക്സിസിൽ എന്താണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? സ്ട്രെസ്. ഓക്കെ, വൈ ആക്സിസിൽ സ്ട്രെസ്, എക്സ് ആക്സിസിൽ സ്ട്രെയിനാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എക്സ് ആക്സിസിൽ സ്ട്രെയിൻ. ഇനി ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഗ്രാഫ് ഇതാ ഇതുവഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഒ എ ബി സി ഡി ഇ അങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ പല പോയിന്റുകളും, എല്ലാ പോയിന്റുകളും ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഗ്രാഫ്? ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയി സ്ട്രെയിറ്റ് ലൈൻ എൻഡ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ഏതുവരെയാണോ ഈ ഗ്രാഫ് ഒറിജിനിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരെ പോകുന്നത്, അത് എൻഡ് ചെയ്യുന്ന പോയിന്റിനെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം അത്രയും റീജിയനിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയനിലാണുള്ളത്. അതായത് ഈ എ എന്ന് പറയുന്ന പോയിന്റിന് മുമ്പ് എവിടെ വെച്ച് ഇതിനെ റിലീസ് ചെയ്താലും ഇത് പഴയ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്ക് മുമ്പ് മാത്രമല്ല, അതായത് ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ വന്നാലും ഇതിന് പഴയ ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യാൻ പറ്റും. പ്രൊപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞ് ഏത് വരെ വേണമെങ്കിലും വരാം, ബി വരെ വരാം. ബിയെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബി വരെയുള്ള ഏത് പോയിന്റിനിടയ്ക്കും നമ്മൾ ഈ ഡീഫോമിങ് ഫോഴ്സിനെ റിമൂവ് ചെയ്താൽ ഈ ബോഡി അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യും. ഓക്കെ, ആ പോയിന്റിനെയാണ് വിളിക്കുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ബി കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് പോയി അവിടെ ഡി എന്ന് പറയുന്നൊരു പോയിന്റ് എത്തും. ഓക്കെ, ഈ ഡി എന്ന് പറയുന്ന പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഡിയിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങോട്ട് വരച്ച് ഈ വൈ ആക്സിസിൽ, അതായത് സ്ട്രെസ്സിൻ്റെ ആക്സിസിൽ മീറ്റ് ചെയ്യിച്ചാൽ ആ ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സ് എന്ന് വിളിക്കുന്നത്. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ സ്ട്രെസ്സ് അവിടെ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡിക്കും ബിക്കും ഇടയിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും, അങ്ങനെ ഒരു കോമൺ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിന്റ് എടുക്കാം. അങ്ങനെ ഒരു പോയിന്റാണ് ഈ സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കുന്നത്. ബിക്കും ഡിക്കും ഇടയിൽ ഏതെങ്കിലും ഒരു പോയിന്റാണ് സി എടുത്തിരിക്കുന്നത്. അത് ഇവിടെ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ എടുക്കാം, എവിടെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആ പോയിന്റിൽ ഈ റീജിയനിൽ എവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഡീഫോമിങ് ഫോഴ്സിനെ റിമൂവ് ചെയ്താലും ഈ ബോഡിക്ക് അതിൻ്റെ പഴയ ഷേപ്പിലും സൈസിലും എത്തിച്ചേരാൻ പറ്റൂല. പഴയ ഷേപ്പും സൈസും പെർഫെക്റ്റ് ആയിട്ട് അതിന് തിരിച്ച് കിട്ടൂല. ഓക്കെ, പകരം അത് ഇങ്ങനൊരു പാത്തിലൂടെ തിരിച്ചു വന്ന് ഇവിടം വരെ ഇരിക്കും. ഇവിടെ ആയിരിക്കും ആ ഗ്രാഫ് തിരിച്ചു വന്ന് മുട്ടുന്നത്. ഈ ഒരു പാത്തിലൂടെ ആയിരിക്കില്ല തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ പെർമനൻറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ബി തൊട്ട് ഡി വരെ ഉള്ള റീജിയനിൽ എവിടെ വെച്ച് ഫോഴ്സിനെ റിമൂവ് ചെയ്താലും ഇത് ഒറിജിനൽ സൈസിൽ എത്തൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പ്ലാസ്റ്റിക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ബി തൊട്ട് ഡി വരെയുള്ള റീജിയനെ നമുക്ക് എന്ത് വിളിക്കാം? പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയൻ എന്ന് വിളിക്കാം. ബി തൊട്ട് ഡി വരെയാണ് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയൻ. ഓക്കെ, ഒ തൊട്ട് ബി വരെയാണ് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയൻ. ഓക്കെ, അങ്ങനെ ഇത് നമ്മൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റിനെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് വിളിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പിന്നെയും നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഡീഫോമിങ് ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ വലിഞ്ഞ് നീളുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ സ്ട്രെയിൻ വളരെയധികം കൂടും, ഇത് പെട്ടെന്ന് കൂടുന്നു. പക്ഷേ സ്ട്രെസ്സ് കുറയുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ്സ് കുറയുന്നു, സ്ട്രെയിൻ കൂടുന്നു. അങ്ങനെ പോയി
ഈ ഗ്രാഫിനൊരു എൻഡ് ഉണ്ട്. ഈ പോയിൻ്റാണ് എൻഡ്. അതിന് നമുക്ക് ഇ എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇ എന്ന് പറയുന്ന പോയിൻ്റ് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ആ വയർ ബ്രേക്ക് ചെയ്ത് 2 പീസാവും. ഓക്കെ, അപ്പോൾ ഈ ഇ എന്ന് പറയുന്ന പോയിൻ്റിനെ നമ്മൾ വിളിക്കുന്നത്, ബ്രേക്ക് ചെയ്ത് പോകുന്ന പോയിൻ്റ് ആയതുകൊണ്ട് അതിനെ വിളിക്കും ഫ്രാക്ചർ പോയിൻ്റ് എന്ന് വിളിക്കും. ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ അത്രയും പോയിൻ്റുകൾ ഇതിനകത്ത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇതിനകത്ത് അവർ ചോദിച്ചിട്ടുള്ളത് കൂടാതെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് ഒറിജിൻ, പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ഫ്രാക്ചർ പോയിൻ്റ്, പിന്നെ ഈ ബി കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളതിന് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയൻ എന്നും ബിക്ക് മുമ്പുള്ളതിന് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയൻ എന്നും വിളിക്കും. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ എല്ലാ പോയിന്റുകളും വ്യക്തമായി പഠിച്ചു വെച്ചേക്കണം. ഈ ഗ്രാഫിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇനി ഇതിനൊരു മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എ ലിഫ്റ്റ് ഈസ് ടൈഡ് വിത്ത് തിക്ക് അയൺ വയേഴ്സ്. ഒരു ലിഫ്റ്റ്, നമുക്കറിയാം ഒരു ലിഫ്റ്റിനെ ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കയറി നിൽക്കുന്ന ഒരു ക്യാബിനാണ്. ആ ക്യാബിൻ്റെ മുകളിൽ നിന്ന് അതിന് ഒരു റോപ്പ് വെച്ച് മുകളിലോട്ട് കെട്ടി ആ റോപ്പിൻ്റെ മറ്റേ അറ്റം ഒരു പുള്ളി വഴി എടുത്തതിന് ശേഷം ഒരു മോട്ടറിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ആ മോട്ടർ കറങ്ങുമ്പോൾ പുള്ളിയെ മുകളിലോട്ട് വലിക്കുന്നു, റോപ്പിനെ മുകളിലോട്ട് വലിക്കുന്നു. അപ്പോഴാണ് ലിഫ്റ്റ് ഉയരുന്നത്. തിരിച്ച് നമ്മളതിനെ റിലീസ് ചെയ്യുമ്പോൾ അത് താഴോട്ട് വരുന്നു. അങ്ങനെയാണ് ഒരു ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റോപ്പ് എന്ന് പറയുന്നത് അയൺ വയറാണ്, അതായത് സ്റ്റീൽ വയറാണ് ഉപയോഗിക്കുന്നത്. അയൺ എന്ന് പറയാൻ പറ്റത്തില്ല, സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് 1000 കിലോഗ്രാം. നമ്മൾ ആ ലിഫ്റ്റിൻ്റെ മാസ് 1000 കിലോഗ്രാം ആണ്. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ വയർ ഇഫ് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് ഈസ് 1.2 meter per second square and maximum safe stress of the wire is 1.4 into 10⁸ പാസ്കൽ. പാസ്കൽ തന്നെയാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. പിന്നെ ജിയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ലിഫ്റ്റിനെ കെട്ടി തൂക്കിയിരിക്കുന്ന റോപ്പാണ്. ഇതാണ് നമ്മുടെ ലിഫ്റ്റിൻ്റെ മാസ് എമ്മിൻ്റെ വാല്യൂ ആണ് എത്രയെന്ന് തന്നിരിക്കുന്നത്, 1000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ലിഫ്റ്റിൽ നമുക്ക് ആക്ട് ചെയ്യുന്ന ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന W, അത് നമുക്ക് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. M×G എന്ന് പറയുന്ന ഒരു വെയിറ്റ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈക്വലായിട്ടുള്ള ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കാൻ ഈ റോപ്പിന് പറ്റണം. അതും എത്രയായിരിക്കും, M×G ആയിരിക്കും. മുകളിലോട്ട് അത്രയും വെയിറ്റ് കൊടുത്താൽ മാത്രമേ ഈ ലിഫ്റ്റിനെ താങ്ങി നിർത്താൻ ഈ റോപ്പിന് സാധിക്കൂ, ഇല്ലെങ്കിൽ ഈ റോപ്പ് പൊട്ടിപ്പോവും. ഓക്കെ, ഇനി അത് പോരാഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉള്ള ആക്സിലറേഷൻ, ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്, 1.2 meter per second square ആണ്. അപ്പോൾ അത്രയും ആക്സിലറേഷനിൽ ഇതിനെ മുകളിലോട്ട് വലിക്കണമെങ്കിൽ ആ ഒരു ഫോഴ്സും കൂടെ അഡീഷണൽ കൊടുക്കണം. ആ ഫോഴ്സ് എത്രയായിരിക്കും, ഫോഴ്സ് F = ma ആണല്ലേ. അപ്പോൾ അതിനെ നമുക്ക് M×A എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലിഫ്റ്റിൻ്റെ റോപ്പിൽ, ഈ വയറിൽ നമുക്ക് പ്രയോഗിക്കേണ്ട മൊത്തം ഫോഴ്സ് എത്രയാണ്, ഒന്ന് ഇതിൻ്റെ വെയിറ്റ് ആയിട്ടുള്ള mg അല്ലേ, പ്ലസ് ഇതിൻ്റെ ആക്സിലറേഷൻ കാരണം ആക്സിലറേഷന് വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ് ma. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് F = എന്തായിരിക്കും, ടോട്ടൽ ഫോഴ്സ് F = mg പ്ലസ് ma ആയിരിക്കും. mgയും maയും കൂടെ കൂട്ടിയതായിരിക്കും ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്കിതിന് രണ്ടിനും വേണമെങ്കിൽ M കോമൺ ആയിട്ട് എടുക്കാം. M കോമൺ ആയിട്ട് എടുത്താൽ M×G+A എന്ന് കിട്ടും. M×G+A ആണ് ടോട്ടൽ ഫോഴ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ജിയുടെ വാല്യൂ 9.8 ആണ്, എയുടെ വാല്യൂ 1.2 ആണ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 11 എന്ന് കിട്ടും. 11 × മാസ് എത്രയാണ്, 1000. അപ്പോൾ 11,000 ന്യൂട്ടൺ ആണ് നമുക്ക് കൊടുക്കേണ്ട ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നതൊന്നുമല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ വയറിൻ്റെ, നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വയറിൻ്റെ മാക്സിമം സേഫ് സ്ട്രെസ്, അതായത് ഇതിന് താങ്ങാൻ പറ്റുന്ന പരമാവധി സ്ട്രെസ്സ് 1.4 × 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വയറിൻ്റെ ഡയമീറ്റർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ വയർ അല്ലേ. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, സ്ട്രെസ് = ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് അല്ലേ.
റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ ഫോഴ്സിന് പകരം നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. ഏരിയയ്ക്ക് പകരം എന്ത് കൊടുക്കണം? ഏരിയയ്ക്ക് പകരം പൈ ആർ സ്ക്വയർ കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് കണ്ടുപിടിച്ചാൽ പിന്നെ ഡയമീറ്റർ കിട്ടാനായിട്ട് റേഡിയസിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ ബ്രീഫ് ചെയ്ത് പറയാം. ഇവിടെ നമുക്ക് ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അവിടുത്തെ അതിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. പോരാഞ്ഞിട്ട് ഇവിടെ ഒരു അഡീഷണൽ ആക്സിലറേഷനും കൂടെ ലിഫ്റ്റിന് കൊടുക്കണം. അത് 1.2 ആണ്. അപ്പോൾ ഈ ലിഫ്റ്റ് കൊടുക്കേണ്ട ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് എത്രയാണോ അത്രയും കൊടുക്കണം. അതെന്തായാലും കൊടുക്കണം. പക്ഷേ അത് അപ്പോൾ അത്രയും ഫോഴ്സ് കൊടുത്ത് ഇതിന് അനക്കാതെ അവിടെ നിർത്താനേ പറ്റൂ. ഇതിനെ മുകളിലോട്ട് വലിക്കാനായിട്ട് MAയും കൂടെ കൊടുക്കണം. ഈ എയുടെ വാല്യൂ ആണ് 1.2. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg + MA, അതായത് m × g + a. ഓക്കെ, ഇത് ഫോഴ്സാണ്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ഡയമീറ്ററാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് പകരം പൈ ആർ സ്ക്വയർ കൊടുക്കുക. കാരണം ഈ വയർ എന്ന് പറയുന്നത് സർക്കുലാർ ക്രോസ് സെക്ഷൻ ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഏത് വാല്യൂ ആയിരിക്കും? ഈ 1.4 ആയിരിക്കും. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ കൊടുക്കുക. ഇപ്പോൾ ഫോഴ്സ് അറിയാം, ഏരിയയുടെ വാല്യൂ ആണ് അറിഞ്ഞൂടാത്തത്, പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കുക. ഇനി സ്ട്രെസ്സിൻ്റെ വാല്യൂ അറിയാം, അതിൻ്റെ അകത്തുനിന്ന് റേഡിയസ് കണ്ടുപിടിക്കുക. ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. When the lift goes upward with an acceleration a, then the tension in the wire, ടെൻഷനെ തന്നെയാണ് ഞാൻ ഇവിടെ ഫോഴ്സ് F എന്ന് നേരത്തെ എഴുതിയത്. അപ്പോൾ T = m × g + a ആയിരിക്കും. എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1000, g 9.8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എയുടെ വാല്യൂ 1.2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 11,000 ന്യൂട്ടൺ എന്ന് കിട്ടും ടോട്ടൽ ഫോഴ്സ്. നമുക്ക് ടെൻഷൻ എന്ന് വിളിച്ചാലും മതി. ഒരു റോപ്പിൽ വലിച്ചു പിടിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ലെറ്റ് R be the minimum radius of the wire, then maximum stress. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ഫോഴ്സിന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കണം, T കൊടുക്കണം. ഏരിയയ്ക്ക് പകരം പൈ ആർ സ്ക്വയർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബട്ട് ദ മാക്സിമം സ്ട്രെസ് ഓഫ് ദ വയർ സ്ട്രെസ് ദ വയർ ക്യാൻ വിത്ത്സ്റ്റാൻഡ്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ T/πr² ഈസ് ഈക്വൽ ടു ഈ വാല്യൂ എന്ന് ഇക്വേറ്റ് ചെയ്യാം. T/πr² ഈസ് ഈക്വൽ ടു 1.4 × 10⁸ എന്നാണ്. ഇത് 108 അല്ല, 10⁸ എന്നാണ്. ഓക്കെ, അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് R² ഇക്വേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? R² ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഈ R² ഇങ്ങോട്ട് വന്നിട്ട് ഈ 1.4 × 10⁸ താഴെ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ R² ഈസ് ഈക്വൽ ടു T/π × 1.4 × 10⁸ എന്ന് വരും. T/π × 1.4 × 10⁸. അപ്പോൾ ഇതിൽ Tക്ക് പകരം നമ്മൾ 11,000 കൊടുക്കുക. ഓക്കെ, പൈയുടെ വാല്യൂ കൊടുക്കുക 1.4 × 10⁸. ഇത് ഇത്രയും കാൽക്കുലേറ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് R² വാല്യൂ കിട്ടും. R² വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പം ആറിൻ്റെ വാല്യൂ കിട്ടും. അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഈക്വൽ ടു ഇട്ട് എഴുതി പോകുമ്പോഴത്തേക്ക് നിങ്ങൾ R² വാല്യൂ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് therefore R is equal to root of ആ വാല്യൂ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡയമീറ്റർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഡയമീറ്റർ കിട്ടാനായിട്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.01 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആ വയറിന്, ആ റോപ്പിന് വേണ്ട മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കൂടിയാൽ കുഴപ്പമില്ല, കാരണം ഒരു റോപ്പ് വലുതായി പോയി എന്നും പറഞ്ഞ് പൊട്ടിപ്പോവില്ല. പക്ഷേ റോപ്പ് ചെറുതായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതാവും, അപ്പോൾ പൊട്ടിപ്പോവും. ഓക്കെ, അതുകൊണ്ടാണ് മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് വളരെ കുറവാണ് ഈ ചാപ്റ്ററിൽ. അതുകൊണ്ട് ഈ ഉള്ള ടോപ്പിക്കുകളിലുള്ള ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇക്വേഷനാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തായാലും പഠിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇവിടെ ഇതേ ക്വസ്റ്റ്യനിൽ ഇവിടെ ഈ 1.2 m/s² എന്ന് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഏത് മാത്രം എടുത്താൽ മതി? F = mg മാത്രം എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ MA എടുക്കണ്ട, അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായി. പക്ഷേ നിങ്ങൾക്കത് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡെസിമലൊക്കെ വരും, 9.8 ഒക്കെ കിടക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല, കാരണം നിങ്ങൾ കാൽക്കുലേറ്ററിലേ ചെയ്യുന്നത്. ഡെസിമൽ വരുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തിയറി ഫുള്ള് പഠിച്ചു തീർക്കുക. തിയറി പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 80% മാർക്കിനുള്ളത് തിയറിയിൽ നിന്ന് തന്നെ കിട്ടും. ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്താൽ, അതായത് പ്രോബ്ലംസ് കൂടെ ചെയ്താലേ നിങ്ങൾക്ക് A+ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ
എല്ലാ ഇക്വേഷനും പഠിച്ചു വെച്ചിരിക്കുക. എല്ലാ ഇക്വേഷനിൽ നിന്നും മിനിമം ഒരു പ്രോബ്ലം എങ്കിലും ചെയ്യാൻ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് നിന്നാണെങ്കിൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സിമ്പിളായിട്ടുള്ള എല്ലാ ഇക്വേഷനിൽ നിന്നും പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു വെച്ചേക്കുക. ഒരു ഇക്വേഷൻ എടുത്താൽ ആ ഇക്വേഷനിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കണം. എന്നാൽ മാത്രമേ അത് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഏതിന് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക പരമാവധി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.